ഹേയ് എ ബി എമ്മിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരമുണ്ടേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ട്രാഫിക് മോഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ബസ്സുകളിലോട്ട് എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പോൾ ഇത് ട്രാഫിക് മോഡ് കയറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വണ്ടികൾ മാത്രമല്ല നമ്മുടെ റോഡിൻ്റെ ഒരു ലുക്ക് തന്നെ മാറും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കണ്ണാടി പോലത്തെ ഗ്യാരേജും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 3 ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് സൈറ്റിൽ തന്നെ പോയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നേരെ ഗൂഗിളിൽ പോവുക. ഹായ് മോദിജി, ഗൂഗിളിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് KBR കമ്മ്യൂണിറ്റി എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ വരുന്നൊരു ടീം KBR കമ്മ്യൂണിറ്റി എന്ന് നിങ്ങളൊരു സൈറ്റ് വരും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ആദ്യം വൈറ്റ് ഇതായിരിക്കും. നമ്മൾ താഴോട്ട് പോകുമ്പോൾ അത് മാറും. താഴോട്ട് ഇങ്ങനെ കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ട്രാഫിക് മോഡൊക്കെ വരും. ഇന്ത്യൻ ട്രാഫിക് V6 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇതിൽ നമുക്ക് 3 ഫയൽസ് ഡൗൺലോഡ് ചെയ്യണം. ഒന്ന് നമ്മുടെ മാപ്പ് ഡൗൺലോഡർ APK വേണം, അതേപോലെ നമ്മുടെ APK വേണം, അത് നമ്മുടെ OBB. അപ്പോൾ ആദ്യം നമ്മുടെ മാപ്പ് ഡൗൺലോഡർ APK ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ 3 ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഷെയർ മോഡ്സിൻ്റെ ലിങ്ക് തന്നെയാണ്. അപ്പോൾ നമുക്കത് മാപ്പ് ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാൾ മാപ്പ് ഡൗൺലോഡർ APK എന്നുള്ളൊരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഷെയർ മോഡ്സിൻ്റെ പേജ് വരും. ടൈമർ കഴിയുന്നവരെ വെയിറ്റ് ചെയ്ത് ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്കിൽ ടാപ്പ് ചെയ്ത് ബാക്ക് അടിക്കുക. അതേപോലെ ഡൗൺലോഡ് വരുമ്പോൾ അതിലും ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ബാക്ക് അടിക്കുക. അത് ഫസ്റ്റ് ട്രൈ ആയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് 2-3 തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോൾ ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ മോഡും കാര്യങ്ങളൊക്കെ ഏകദേശം ഡൗൺലോഡ് കഴിയാനായിട്ടുണ്ട്. നമ്മുടെ മോഡ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് എക്സ്ട്രാക്ട് ചെയ്യണം. ഫയൽ മാനേജർ അല്ലെങ്കിൽ ZHL പോയിട്ട് ഓൾ ഫയൽസ് അല്ലെങ്കിൽ ഡിവൈസ് സ്റ്റോറേജ് ഡൗൺലോഡ്സിൽ പോവുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തത് ജസ്റ്റ് ഒന്ന് നോക്കുക, കിട്ടിയെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ മാപ്പ് ഡൗൺലോഡർ APK എന്നല്ല, മാപ്പ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരും. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ ഫയൽസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫിൽറ്ററിൽ ടുഡേ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് ഡൗൺലോഡ് ചെയ്ത ഫയൽസ് മാത്രമായിട്ട് സോർട്ട് ചെയ്ത് നമുക്ക് കാണും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്താൽ മതി. ഫിൽറ്ററിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ടുഡേ എന്നും കൂടി കൊടുത്താൽ ഫുള്ള് സെറ്റാവും. അപ്പോൾ നമുക്കിപ്പോൾ അതിൽ തന്നെ വന്നിട്ടുണ്ട് മാപ്പ് ബസ്സൈഡ് V4 3.4 മാപ്പ് ഡൗൺലോഡർ ബൈ ടീം KBR എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിപ്പ് ഫയലായിട്ടാണ് വരിക. എക്സ്ട്രാക്ട് ചെയ്യണം. ഞെക്കി പിടിച്ചിട്ട് താഴെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഫയൽസ് കൊടുക്കുക, ഡിവൈസ് സ്റ്റോറേജ്. എന്നിട്ട് ഡൗൺലോഡ്സിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഫോട്ടോയിൽ കൊണ്ടുപോയിട്ട് അത് എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്തിപ്പോൾ ഞാനിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് നമ്മുടെ കേരള മോഡ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിലാണ്. അതിലാണ് നമ്മുടെ പണ്ടത്തെ കൊണ്ടോടി ട്രാഫിക് മോഡും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സിപ്പ് ഫയൽ മാറിയിട്ട് നമ്മുടെ ബസ്സിഡിൻ്റെ ഇൻസ്റ്റാൾ APK വരും. ഇത് ഗെയിം അല്ല, അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. മാപ്പ് ആദ്യം, ഇത് ഗെയിം ആയിട്ടില്ല. ഇനി APK OBB കൂടി ചെയ്താൽ മാത്രമേ ഇൻസ്റ്റാൾ ആവുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എന്തോ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിം ഒന്ന് ഓപ്പൺ ആവട്ടെ. ഓപ്പൺ ചെയ്ത് ഇങ്ങനെ അലോ വരുമ്പോൾ അലോ കൊടുക്കുക, അലോ ഓള്. അപ്പോൾ നമ്മുടെ മാപ്പ് ഓട്ടോ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക്കായിട്ട് ബേക്ക് പൊക്കോളും. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇത് കഴിയുന്നവരെ. അപ്പോൾ നമ്മുടെ മാപ്പ് ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് APK കയറ്റണം. അതുപോലെ നമ്മുടെ KBRൻ്റെ സൈറ്റിൽ പോയിട്ട് നമ്മുടെ രണ്ടാമത്തെ ഫയലായിട്ടുള്ള APK കയറ്റണം. നമ്മുടെ മാപ്പ് ഡൗൺലോഡർ 500 സംതിങ് സൈസ് ഉണ്ടെങ്കിലും നമ്മുടെ APK 338 MB ഉള്ളൂ. അതിൽ ഷെയർ മോഡ്സിന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രിയേറ്റ് ലിങ്ക് കൊടുക്കുക, ബാക്ക് അടിക്കുക, ഡൗൺലോഡ് കൊടുക്കുക, ബാക്ക് അടിക്കുക, ഡൗൺലോഡ് സ്റ്റാർട്ടാവും. പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവും. പിന്നെ പരമാവധി റേഞ്ചുള്ള സ്ഥലത്ത് തന്നെ പോയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ APK ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി ഇത് എക്സ്ട്രാക്ട് ചെയ്യണം. ഫയൽ മാനേജറിൽ പോയിട്ട് ജസ്റ്റ് ഒന്നത് കൊടുക്കുക, സെർച്ച് ചെയ്യുക, APK എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ടീം KBR എന്നോ ബസ്സിഡ് V4 3.4 എന്ന് അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് കിട്ടിയെങ്കിൽ ഫിൽറ്ററിൽ ജസ്റ്റ് ഒന്ന് ടുഡേ എന്ന് കൊടുക്കുക. നമ്മുടെ APK വന്നിട്ടുണ്ട് അവിടെ. പിന്നെ ഇത് എക്സ്ട്രാക്ട് ചെയ്യണം. ലോങ് പ്രസ് ചെയ്യുക, താഴത്തെ 3 ഡോട്ട് എക്സ്ട്രാക്ട് ഫയൽസ് കൊടുക്കുക, സെലക്ട് ഫോൾഡർ, ഓൾ ഫയൽസ് അല്ലെങ്കിൽ ഡിവൈസ് സ്റ്റോറേജ്, ഡൗൺലോഡ്സ്. ഞാൻ കേരള മോഡ്സിലാണ് മാപ്പ് ഡൗൺലോഡർ APK എക്സ്ട്രാക്ട് ചെയ്തത്. അതിൽ തന്നെ കൊണ്ടുപോയിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുകയാണ്. നമ്മുടെ കേരള മോഡ്സിൽ എക്സ്ട്രാക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ APK ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ APKയുടെ മെയിൻ ഫയൽ വരും. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് അപ്ഡേറ്റ് കൊടുക്കുക. അത് എല്ലാവർക്കും അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നത് ചിലർക്ക് ഓപ്പൺ എന്നൊക്കെ ആയിരിക്കും, ചിലർക്ക് ഇൻസ്റ്റാൾ എന്ന് തന്നെയായിരിക്കും. എനിക്കെന്തങ്ങനെ കാണിച്ചതെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് ഓപ്പൺ കൊടുക്കുക.
അപ്ഡേറ്റ് ചെയ്തിട്ട് ഓപ്പൺ വരും. ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ നേരത്തെ പോയ പോലെ നമ്മൾ ബസ്സിൻ്റെ പേജിലോട്ട് ഗെയിം ഓപ്പൺ ആവും. ഗെയിം ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് നേരത്തെ നമ്മുടെ മാപ്പ് ഫുൾ ഓട്ടോ ഡൗൺലോഡായി. ഇപ്പോൾ APK ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മാരിയോ എന്ന് കാണിച്ച് വൈറ്റ് സ്ക്രീൻ വന്ന് നിൽക്കും. അപ്പോൾ ഇത് നമ്മളൊന്ന് ജസ്റ്റ് ബാക്ക് പോയിട്ട് നമ്മുടെ KBRൻ്റെ സൈറ്റിലേക്ക് പോകുക. നേരത്തെ പോയത് ക്രോമിലേക്ക് പോവുക. നമുക്കിനി OBBയും കൂടെ ഡൗൺലോഡ് ചെയ്താലും നമ്മുടെ ഗെയിം കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി OBB ഡൗൺലോഡ് ചെയ്യണം. KBRൻ്റെ സൈറ്റിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ ട്രാഫിക് മോഡ് എടുക്കുക. നേരത്തെ എടുത്തതിൻ്റെ ബാക്കിയായിട്ടാണെങ്കിലും മതി. പുതിയത് എനിക്കിപ്പോൾ നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോളായി പോയതാണ്. മുകളിൽ കിടപ്പുണ്ട് നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിന് താഴെ നമ്മൾ OBBയുടെ ലിങ്ക് എടുക്കുന്നുണ്ട്. GP ലിങ്ക്സിൻ്റെ ആണ്. അപ്പോൾ ഈ OBB ജസ്റ്റ് ടാസ്ക് ആണ്. അപ്പോൾ നിങ്ങൾ OBB എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നിങ്ങൾ ലിങ്ക് OBB എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ GP ലിങ്ക്സിൻ്റെ ഇങ്ങനത്തെ ഒരു പേജിലോട്ട് പോകും. അത് വെരിഫിക്കേഷനാണ്, ഹ്യൂമൻ ഓർ റോബോട്ട് എന്ന് പറഞ്ഞിട്ട്. വെരിഫൈ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്യാൻ ഓപ്ഷൻ വരും. അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് വിടുക. ടിക്ക് ചെയ്ത് വിടുമ്പോൾ അത് വെരിഫൈ ചെയ്യുക. ഹ്യൂമൻ അത് ജസ്റ്റ് സീനൊന്നുമില്ല. ജസ്റ്റ് ടിക്ക് ചെയ്ത് വിടുക. വെരിഫിക്കേഷൻ സക്സസ്ഫുള്ളായിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജിൽ വരും. അവിടെ മുകളിലൊരു ടൈമർ കാണിക്കുന്നുണ്ട്, ഇത്ര സെക്കൻഡ്, 15 സെക്കൻഡിൻ്റെ. അത് കഴിയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പം അവിടെ ഒരു വെരിഫൈഡ് ബട്ടൺ വരും. ജസ്റ്റ് ഞാൻ നമുക്ക് കാണിച്ചു തരാം. ഒന്ന് കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതേപോലെ ഈ പ്രൊസീജിയർ നമ്മൾ ഒരു 3 പ്രാവശ്യം ചെയ്യണം. എന്നാലും നമുക്ക് നമ്മുടെ OBB ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. GP ലിങ്ക്സിന് ആഡ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് ടൈമറൊക്കെ ഏകദേശം കഴിയാനായി 2 1 ടൈമർ കഴിയുമ്പോൾ വെരിഫൈ വരും. വെരിഫൈ അടിക്കുക. അപ്പോൾ വെരിഫൈ അതിന് നേരെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് താഴെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കണ്ടു. കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ പ്രോസസ്സിലൂടെ നമ്മൾ വീണ്ടും പോകും. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടൈമിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കഴിയുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. ഇതുപോലെ 3 പ്രാവശ്യം ചെയ്യണം. ഇതിപ്പോൾ രണ്ടാമത്തേതായിട്ടേ ഉള്ളൂ. ഇതിലുള്ള കണ്ടൻ്റ് ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കുകയൊന്നും വേണ്ട. അത് വെറുതെ എന്തോ ഒരു ആഡാണ്. അത് കാര്യമാക്കൊന്നും വേണ്ട. നമുക്ക് ഈ ടൈമറും വെരിഫൈയും കണ്ടിന്യൂ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടൈമർ ഏകദേശം കഴിയാനായിട്ടുണ്ട്. 5 4 3 2 1 go. അപ്പോൾ ടൈമർ കഴിഞ്ഞിട്ട് വെരിഫൈ വരും. വെരിഫൈ അടിക്കുക. വെരിഫൈ അടിച്ചിട്ട് സ്ക്രോൾ ഡൗൺ ടു കണ്ടിന്യൂ. എന്നിട്ട് നേരെ താഴോട്ട് പോയിട്ട് കണ്ടിന്യൂ അടിക്കുക. അപ്പോൾ ആദ്യം നമ്മുടെ ആഡ് വരുമ്പോൾ ബാക്ക് അടിച്ച് വിട്ടാൽ മതി. ആദ്യം മൂന്നാമത്തത് ടൈമർ തുടങ്ങും. മൂന്നാമത്തെ ടൈമർ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കഴിയുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. നേരത്തെ അതേ പ്രൊസീജിയേഴ്സിന് ഇത് 3 പ്രാവശ്യം ഒരേ പ്രൊസീജിയേഴ്സാണ്. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ മാറാനോ ഒന്നുമില്ല. എല്ലാം ഒരേപോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഈ GP ലിങ്ക്സിൻ്റെ നമ്മുടെ മോഡ് ഡൗൺലോഡ് ആവാനൊക്കെ വേഗം എളുപ്പമാണ്. OBB ഫയലും കാര്യങ്ങളൊക്കെ. ഇത് എക്സ്ട്രാക്റ്റ് ചെയ്യാനാണ് ലേശപ്പണി. ഒരു ഡാർക്ക് പ്രൊസീജിയറാണ്. അപ്പം എക്സ്ട്രാക്ഷൻ്റെ സെക്ഷൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് തന്നെ കാണുക. എന്നാലേ നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കിട്ടും. കണ്ടിന്യൂ അടിച്ച് കഴിയുമ്പോൾ നേരെ നമുക്ക് GP ലിങ്ക്സിൻ്റെ ഇങ്ങനത്തെ ഒരു പേജിലോട്ട് പോകും. അപ്പോൾ അവിടെ 3 സെക്കൻഡ് ടൈമർ കഴിയുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഹ്യൂമൻ ഓർ റോബോട്ട് വെരിഫിക്കേഷൻ വരും. അത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ അവിടെ പ്ലീസ് വെയിറ്റ് എന്നുള്ളത് ഗെറ്റ് ലിങ്ക് ആവും. അപ്പോൾ ഗെറ്റ് ലിങ്ക് അടിക്കുമ്പോൾ ആഡ് വരുമ്പോൾ ബാക്ക് അടിച്ച് വിടുക. ബാക്ക് അടിച്ച് വിട്ട് കഴിയുമ്പോൾ ആദ്യമേ നമ്മൾ ഷെയർ മോഡ്സിൻ്റെ പേജിലേക്ക് തന്നെ പോകും. OBB ഏകദേശം ഒരു 100 സംതിങ്ങിൻ്റെ ഫയലേ ഉള്ളൂ. 139 MB ഫയലേ ഉള്ളൂ. അതും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ക്രിയേറ്റ് ലിങ്ക് ടാപ്പ് അടിക്കുക. ഒരു സിംഗിൾ ടാപ്പ് ബാക്ക് അടിക്കുക. അതേപോലെ ഡൗൺലോഡ് വരുമ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ബട്ടൺ ഞെക്കുക. എന്നിട്ട് ബാക്ക് അടിക്കുക. അപ്പോൾ നമ്മുടെ മോഡും കാര്യങ്ങളൊക്കെ ഒരു ഡൗൺലോഡ് ആവാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ മോഡൊക്കെ ഡൗൺലോഡ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ OBB ഫയലും കാര്യങ്ങളും ഡൗൺലോഡായി. ഇനി ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സ്ട്രാക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ. അതിന് ഫയൽ മാനേജർ വന്നിട്ട് ജസ്റ്റ് ഇതേപോലെ തന്നെ OBB എന്ന് സെർച്ച് ചെയ്യുക. OBB എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ആദ്യം തന്നെ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് സിപ്പ് ഫയലാണ്. അത് നേരത്തെ പോലെ ലോങ് പ്രസ് ചെയ്ത് താഴത്തെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഡിവൈസ് ഓൾ ഫയൽസ് ഡൗൺലോഡ്സ് അതിന് കേരള മോഡ്സ്. പിന്നെ നമ്മൾ സെഡ് അച്ചീവർ ആണെങ്കിൽ നമ്മളിത് എക്സ്ട്രാക്ട് ചെയ്യുന്ന നമ്മുടെ APKയുടെ ഉള്ളിൽ വേണം പോയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
പക്ഷേ ഫയൽ മാനേജർ അതിൻ്റെ ആവശ്യമില്ല. നോർമലി പോലെ ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് എക്സ്ട്രാക്ട് ആയി കഴിയുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് വരും. അപ്പം മെയിൻ എന്നുള്ള ആ വൈറ്റ് ഇതുള്ള ഏരിയ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് കോപ്പി അല്ലെങ്കിൽ കട്ട് അത് ഓൾ ഫയൽസ് നമുക്ക് ആൻഡ്രോയിഡിൽ പോവുക, OBB mario.com എന്നുള്ളതിൽ പോവുക. അതിൽ ജസ്റ്റ് ഒന്ന് അതിൽ അവിടെ പേസ്റ്റ് ചെയ്യുക. അവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇനി നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യണം. ഇനി നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മാരിയോ എന്നുള്ള വൈറ്റ് സ്ക്രീനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നോർമൽ ഗെയിം എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് വരും. അപ്പോൾ ആദ്യം ആ വൈറ്റ് സ്ക്രീൻ ചിലപ്പോൾ ആവാൻ വേണ്ടി ജസ്റ്റ് ഒരു 2 സെക്കൻഡ് എടുക്കും. അതൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഗെയിം കട്ട് ചെയ്യണ്ട, അതിന് പെട്ടെന്ന് തന്നെ ആവും. അതിന് കിടക്കൻ ലുക്കിൽ നമ്മുടെ ഗെയിമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്ലാസ് പോലെ ഇരിക്കുന്ന നമ്മുടെ ഗ്യാരേജും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഡ്രൈവറിൻ്റെ ഡ്രസ്സ് മാറിയിട്ട് ബ്ലാക്ക് ആവും. നമ്മുടെ ബസ്സിൻ്റെ ഇൻറ്റീരിയേഴ്സ് വന്നിട്ടൊരു വുഡൻ ഫിനിഷ് പോലെ ആവും. അതൊക്കെ സെറ്റാണ്. നമ്മുടെ സീറ്റ് കവേഴ്സൊക്കെ മാറും. അതേപോലെ ഗ്യാരേജാണ് ഹൈലൈറ്റ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നൊരു ഗെയിം പ്ലേ പോയിട്ട് കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഈ അറ്റത്തൊന്നും നോക്കാണ്ട് ഏറ്റവും വരാൻ മാപ്പ് ഡൗൺലോഡർ APK ആദ്യം കയറ്റുന്നതിൻ്റെ ഒരു ഗുണമാണ് നമുക്ക് പിന്നെ ഗെയിം ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് വേറെ മാപ്പൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. മാപ്പ് ഡൗൺലോഡർ APK ആദ്യം കയറ്റുന്നതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഗെയിമിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യൻ ട്രാഫിക് മോഡ് ഇരിക്കുന്നത് നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഇന്ത്യയിൽ എങ്ങനെയാണ് റോഡൊക്കെ ഉള്ളത് ആ ഒരു ഷെയ്ഡിലേക്ക് നമ്മുടെ റോഡും കാര്യങ്ങളൊക്കെ എത്തും. അതെനിക്ക് ഇതിനകത്ത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പോരാത്തിന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബസ്സിൻ്റെ അപ്ഡേറ്റ് എങ്ങനെയാണോ ആ അപ്ഡേറ്റിൽ തന്നെ നമുക്ക് കിട്ടും. അതാണ്ടൊരു നമ്മുടെ മണൽ മാഫിയ നമ്മുടെ ടെമ്പോ ഒക്കെ പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ അകത്ത് വന്നിട്ടുള്ളൊരു നമ്മുടെ ജെറ്റ് ബസ്സിൻ്റെ ഗെയിമിൻ്റെ അകത്തുള്ളൊരു ലുക്ക്. റോഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ബസ്സിൻ്റെ അകത്തെ മാറ്റിൻ്റെ കളറടക്കം മാറിയിട്ടുണ്ട്. 2 നമ്മുടെ ടാറ്റ ഐറിസ് നമ്മുടെ വെള്ളി മൂങ്ങയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ എൻജിൻ സൗണ്ടും കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റമുണ്ട്. നമുക്ക് ഒരു മെയിൻ റോഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് മെയിൻ റോഡിൽ പോയി കഴിഞ്ഞിട്ട് അവിടുത്തെ മാറ്റങ്ങളൊക്കെ നോക്കാം. ഇതാണ് അവസ്ഥ. ഈ റോഡിൻ്റെ ആ ഒരു ഷെയ്ഡ് മാറി എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഇന്ത്യയിലുള്ളൊരു ആ ഒരു ഷെയ്ഡൊക്കെ ഒരു ഡാർക്ക് താറിൻ്റെ ഒക്കെ ഒരു നമ്മുടെ ജീപ്പ് താറല്ല, മറ്റേ റോഡിലിടുന്ന താറില്ലേ, സോറി ടാർ സാധനം പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് ഗൈസ്. അതിൻ്റെ ഒക്കെ ഒരു കളറുള്ള ആ ഒരു റോഡ് തന്നെ കിട്ടി. അതെനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ മലയാളികൾക്ക് പിന്നെ എന്ത് വേണം ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒരു വുഡൻ ഫിനിഷ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിക്കും. ദിസ് ഇസ് AB ഗെയിമിംഗ് സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ.